ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരന്മാരോട് ഉണർത്തുന്നത്, ഇപ്പോഴും നമ്മുടെ സ്ഥാപനങ്ങളിൽ നടക്കുന്ന വിദ്യാഭ്യാസ പുരോഗതി അറിയാത്തത് മുസ്ലിങ്ങളായ നമ്മളാണ്. നമ്മൾ നമ്മുടെ സ്ഥാപനങ്ങളെ കുറിച്ച് പഠിക്കണം. നിങ്ങളിൽ നിന്നെല്ലാം 5 പൈസയും 50 പൈസയും 50 രൂപയും 500 രൂപയും 5000 രൂപയും 5 ലക്ഷം രൂപയും ഇതൊക്കെ ഞങ്ങൾ പിരിച്ചെടുക്കുന്നുണ്ട്. ആ പിരിച്ചെടുക്കുന്നത് ഇവിടെ വന്നാൽ കാണാനുമുണ്ട്. പിരിച്ചെടുത്തത് എവിടെ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. വന്നവർക്കെല്ലാം നിറഞ്ഞ് കേരളത്തിൽ യാത്ര ചെയ്താൽ കാണാനുണ്ട്. ഈ സ്ഥാപനത്തിന്റെ ഒക്കെ അകത്തളങ്ങളിൽ നടക്കുന്ന വിദ്യാഭ്യാസപരമായ വിപ്ലവത്തെ മുസ്ലിം രക്ഷിതാക്കളെ, മുസ്ലിം സഹോദരിമാരെ നാമാണ് അറിയേണ്ടത്. നമ്മുടെ കുട്ടികൾക്ക് എല്ലാ വിദ്യാഭ്യാസവും നമ്മുടെ സ്ഥാപനങ്ങളിൽ ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. ആൺകുട്ടികൾക്ക് പഠിപ്പിക്കുന്നുണ്ട്, പെൺകുട്ടികൾക്ക് പഠിപ്പിക്കുന്നുണ്ട്. എല്ലാ വിഷയത്തിലും നമ്മുടെ മക്കളെ ഉന്നത നിലവാരത്തിലെത്തിക്കുന്നതിന് 200ഓളം രാഷ്ട്രങ്ങൾ ഇന്ത്യക്ക് അംബാസഡർമാരും ഹൈക്കമ്മീഷണർമാരും ഒക്കെ ഉണ്ട്. പക്ഷെ അവർ കണക്ക് പരിശോധിച്ചു നോക്കൂ, അതിൽ മുസ്ലിങ്ങൾ എത്ര പേരുണ്ട്? 200 രാജ്യങ്ങളിൽ ഹൈക്കമ്മീഷണർമാരും അതുപോലെ തന്നെ അംബാസഡർമാരും ഒക്കെയുള്ള ഇന്ത്യക്ക് എത്ര മുസ്ലിമീങ്ങളുണ്ട്? നിങ്ങൾ ഓർത്തു നോക്കണം. അതുപോലെയുള്ള ഉന്നത നിലവാരങ്ങളിൽ എത്തുമ്പോൾ മുസ്ലിങ്ങളായ നാം എവിടെ നിൽക്കുന്നു? ആ രംഗം കണ്ടുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ബദറു സാദാത്ത് തങ്ങളും ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയുടെയും ഒക്കെ നേതൃത്വത്തിൽ അത്തരം രംഗങ്ങൾ കൂടി പരിഹരിക്കുന്നതിന് വേണ്ടി ദഅ്വാ മനസ്സുള്ള, ദഅ്വത്തിന് കഴിവുള്ള, ഇസ്ലാമിനെ പഠിച്ച ഇസ്ലാമിനെ ആധികാരികമായി ആരുടെ മുമ്പിലും പറയാൻ അറബിയിലോ ഇംഗ്ലീഷിലോ ഉറുദുവിലോ സ്പാനിഷിലോ ഫ്രഞ്ചിലോ വേൾഡ് ഭാഷകളിലെല്ലാം ഇസ്ലാമിനെ സവിസ്തരം എഴുതാനും പ്രസംഗിക്കാനും പ്രബന്ധം തയ്യാറാക്കാനും കേൾപ്പെട്ട പണ്ഡിതന്മാരെ വാർത്തെടുക്കുകയാണ് നമ്മുടെ സ്ഥാപനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന ബോധം പണക്കാരായ മുസ്ലിംകളെ, രാഷ്ട്രീയത്തിന്റെ ഉത്തരവാദിത്തമുള്ള മുസ്ലിമീങ്ങളെ, ഭരണകൂടത്തിൽ ഉന്നത നിലവാരത്തിലുള്ള മുസ്ലിമീങ്ങളെ, അതുപോലെ തുടങ്ങി ഞങ്ങൾ ഏറ്റവും സമ്പന്നരാണ്, ഞങ്ങളൊക്കെ കാര്യബോധമുള്ളവരാണ് എന്ന് മനസ്സിലാക്കുന്ന നിങ്ങൾ നമ്മുടെ ഈ സുന്നി സ്ഥാപനങ്ങളെ അകത്തളങ്ങളിൽ ഒന്ന് പരിശോധിക്കണം. ഇവിടെ എല്ലാം ലോകത്തിന്റെ നെറുകയിലേക്ക് ഇസ്ലാമിനെ വിന്യസിപ്പിക്കുന്നതിന് ആവശ്യമായ സ്റ്റഡി നൽകിക്കൊണ്ട് നമ്മുടെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഒരു ഫീസുമില്ലാതെ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. സമൂഹത്തിലെ പാവപ്പെട്ടവരും സമൂഹത്തിലെ നല്ല ബോധമുള്ളവരുമായ എത്രയോ ആളുകളുണ്ട്. പണക്കാരുടെ കൂട്ടത്തിലുണ്ട്, അതുപോലെ തന്നെ സാധാരണക്കാരുടെ കൂട്ടത്തിലുണ്ട്. അവരുടെയൊക്കെ കൈയഴിഞ്ഞ സഹായം അള്ളാഹു അവരുടെ കൽബിൽ ഒരു തൗഫീഖ്, അവർക്ക് സഹായിക്കാനുള്ള മനസ്സ് കൊടുക്കുമ്പോൾ അത് ലഭിച്ചുകൊണ്ടാണ് ഈ സ്ഥാപനങ്ങൾ ഞങ്ങളെല്ലാം 10 കോടി രൂപയുടെ പദ്ധതി അല്ലെങ്കിൽ 3 കോടി രൂപയുടെ പദ്ധതിയൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ എന്താണ് മൂലധനമുള്ളത്? മൂലധനം അൽ ഫാത്തിഹ. മുഹൈദ്ദീൻ ശൈഖ് തങ്ങളെയും ബദരീങ്ങളെയും ഒക്കെ വിളിച്ചുകൊണ്ട് ഒരു ഫാത്തിഹ, അതാണ് നമ്മുടെ മൂലധനം. അതിൽ നിന്നാണ് ഇതൊക്കെ പടുത്തുയർത്തിയിട്ടുള്ളത്. ബഹുമാനപ്പെട്ട മഅദൻ, ആ സ്വലാത്ത് നഗർ, അൽഹംദുലില്ലാഹ്, അങ്ങനെ എല്ലാം ബഹുമാനപ്പെട്ട ശൈഖുനാ സുൽത്താനുൽ ഉലമ ഒരു മിനിറ്റ് ഒഴിവില്ലാതെ ഈ ഇരിക്കുന്ന സയ്യിദ് അലി ബാഫഖി തങ്ങൾ ഈ വേദിയിലേക്ക് വന്നത് നമ്മളൊക്കെ കാണുന്നില്ലേ? ഓർത്തു നോക്കൂ നിങ്ങൾ. ആ വീൽ ചെയറിൽ ബഹുമാനപ്പെട്ടവർ കേരളത്തിൽ ഉടനീളം സഞ്ചരിക്കുകയാണ്. ഇപ്പോൾ മുസ്ലിം ജമാഅത്തിന്റെ നവോത്ഥാന സമ്മേളനം നടക്കുകയാണ്. ആ നവോത്ഥാന സമ്മേളനങ്ങളിൽ മലപ്പുറത്തും പാലക്കാടും തിരുവനന്തപുരത്തും എല്ലാ സ്ഥലത്തും എത്തിയിരിക്കുന്ന ആളാരാണെന്ന് ചോദിച്ചാൽ അത് ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫഖി തങ്ങളാണ്. അല്ലാഹുവേ ആഫിയത്ത് നൽകണേ അല്ലാഹ്. അവിടുത്തെ പ്രിയപ്പെട്ട ബീവി വഫാത്തായതാണ്, അവിടുത്തെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. അതുകൊണ്ട് ഈ കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകളോടും ഓൺലൈനിലും മറ്റുമായി ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ സഹോദരങ്ങളോടും പുറത്താണുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്ന ഇസ്ലാം അത് സമാധാനമാണ്. മുസ്ലിംകൾ സമാധാനികളാണ്. ആ സമാധാനാന്തരീക്ഷം ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് പകരണം, കുടുംബത്തിൽ നിന്ന് കുടുംബത്തിലേക്ക്, അയൽക്കാരിൽ നിന്ന് അയൽക്കാരിലേക്ക്, അങ്ങനെ നാനാ ജാതി മതത്തിർക്കും മുസ്ലിംകളെ സമാധാനം ബോധ്യപ്പെടണം. ആ സമാധാന ജീവിതം നയിച്ചാൽ തീർച്ചയായും നമുക്ക് അല്ലാഹു തആല തയ്യാർ ചെയ്തിരിക്കുന്ന ഭവനം, ശാശ്വതമായി താമസിക്കാനുള്ള വീട്, ലഹും ദാറുസ്സലാം ഇൻദ റബ്ബിഹിം, സമാധാന ഗേഹമാണ് നമുക്ക് അല്ലാഹു തയ്യാർ ചെയ്തു വെച്ചിട്ടുള്ളത്. ആ സമാധാന ഗേഹത്തെ നെഞ്ചേറ്റിക്കൊണ്ട് അസ്സലാം, സമാധാനത്തിന്റെ ദാതാവിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നമുക്ക് ദഅ്വാ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാം. റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.